ഹായ് ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരു സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു കമന്റ് സെക്ഷനിൽ ഒരു കമന്റ് കണ്ടതാണ്. അത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടോ. എനിക്ക് ഇന്നലെ ഞാൻ കമന്റ് അധികം വായിക്കാറില്ല. തസ്നിമോളോടാണ് ഞാൻ പറഞ്ഞത്, കമന്റ് നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കണേണ്ടി എനിക്ക് സമയം ഉണ്ടാവാറില്ല, സമയം ഉള്ളപ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു കമന്റ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. എനിക്ക് ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ കൂടെ പറ്റണ്ടായില്ല. ആ കമന്റ് എന്തായിരുന്നു വെച്ചാൽ, ഞാൻ നോക്കട്ടെ, ഈ കമന്റ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം എന്നെ വിഷമിപ്പിച്ചെന്ന് നിങ്ങൾക്കും മനസ്സിലാവും അത് കണ്ടാൽ. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എന്നെ അറിയുന്ന, ഞാൻ എത്രയും എൻ്റെ കഥകൾ പറഞ്ഞിട്ട് എന്നെ അറിയുന്ന എല്ലാവർക്കും ആ കമന്റ് കണ്ടാൽ എന്തായാലും വിഷമാകും. അങ്ങനത്തെ ഒരു കമന്റാണ്. കമന്റ് എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ, തെസ്നിയുടെ കാര്യമാണ്. അതായത് ആൾക്കാർ പറഞ്ഞ് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്, തെസ്നിയുടെ ഹസ്ബൻഡ് എല്ലാം നന്നായി വന്നിട്ട് അവളെ വിളിച്ചു കൊണ്ടുപോകാൻ വന്നിട്ട് ഞാൻ ദുഷ്ടത്തെയായ ഞാൻ അവളെ വിട്ടില്ല, ഞാൻ സുഖിച്ച് അമേരിക്കയിൽ ജീവിക്കുകയാണ്, അത് ഒരു തവണയും കൂടെ ഒരു മാപ്പ് കൊടുത്തുകൂടെ, അയാളെല്ലാം ക്ഷമിച്ച് മാപ്പ് ആക്കിയിട്ട് വിളിച്ചു കൊണ്ടുപോകാൻ വന്നതല്ലേ എന്നാണ് കമന്റ്. അങ്ങനെയൊന്നല്ല, ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഞാൻ കമന്റ് എൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. കാരണം എഡിറ്റിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക്. അപ്പോൾ കമന്റ് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വെക്കാം. അപ്പം സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെല്ലാവരും അറിയണം. എനിക്ക് എൻ്റെ മോള് തെസ്നിയും മക്കളും സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുന്നത് തന്നെയാണ് ഏതൊരു ഉമ്മമാരുടെ ആഗ്രഹം. എൻ്റെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ്. എൻ്റെ മോള് സന്തോഷവും സമാധാനമായിട്ട് ആ മക്കളെ പൊന്നുപോലെ നോക്കി ജീവിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അവൻ അന്ന് വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കണം. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കുറ്റബോധം ഉണ്ട്, ഞാൻ കാരണമാണ് തെസ്നീനെ വിടാത്തതെന്ന്. ആ കുറ്റബോധം എനിക്ക് അതിങ്ങനെ നിങ്ങളോട് പറഞ്ഞാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, സത്യാവസ്ഥ അറിയാൻ പറ്റുള്ളൂ. അപ്പം അന്ന് അവർ വന്ന് വീട്ടിൽ നിന്ന് കച്ചറൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അവർ നല്ല ആൾക്കാരാണെങ്കിൽ, എനിക്ക് വാപ്പയില്ല, തെസ്നിക്ക് ആങ്ങളമാരില്ല, തെസ്നിക്കും വാപ്പയില്ല, അപ്പം എനിക്കും ആങ്ങളമാരില്ല. അപ്പം എന്ത് വേണം? എൻ്റെ ഇത്താടെ മക്കളൊക്കെ വലുതാണ്. എൻ്റെ സുബിയുടെ മക്കള് അക്കു, റാഫി, 3 ആമക്കളുണ്ട് അവർക്ക്. അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് കാര്യങ്ങളും ഏൽപ്പിക്കണേ എൻ്റെ ഉമ്മിച്ചിയുടെ മാമന്മാർ, എൻ്റെ ഉമ്മിച്ചിയുടെ ആങ്ങളമാര് 3 മാമന്മാരുണ്ട്. അത് 2 മാമന്മാര് ഭയങ്കരമായിട്ട് ഹെൽപ്പുള്ള ആൾക്കാർ. അവരാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എന്ത് വീട്ടിലേക്ക് ഫാമിലി ഇഷ്യൂസ് വന്നാലും അവരാണ് ഞങ്ങളെ സഹായിക്കുന്നത്. അപ്പൊ ഈ വീട്ടുകാർ നല്ലവരായിരുന്നെങ്കിൽ എൻ്റെ ഉമ്മിച്ചിയുടെ ആങ്ങളെയോ അല്ലെങ്കിൽ അക്കൂനെയോ അല്ലെങ്കിൽ റാഫീനെയോ ആരെങ്കിലും വിളിച്ചിട്ട്, അല്ലെങ്കിൽ അവരൊന്നും വിളിക്കണ്ട, അവരോടൊക്കെ ഞങ്ങളുടെ കുടുംബക്കാർ, നമ്മൾ പള്ളിയിൽ നിന്ന് അവര് നിക്കാഹ് കഴിഞ്ഞു കൊടുത്ത ഒരു പള്ളിയുണ്ട് നമ്മുടെ 5 മൈൽ സ്ഥലത്ത്. ആ പള്ളിയിൽ ഒരു കമ്മിറ്റിക്കാര് ആരെങ്കിലും വിളിച്ചിട്ട്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എനിക്ക് തെസ്നീനെയും മക്കളെയും വേണം, അതുകൊണ്ട് ഇനി ഞാനിത് ആവർത്തിക്കില്ല, അതുകൊണ്ട് എനിക്ക് തെസ്നീയും മക്കളെന്ന് ഞങ്ങൾ 100 തവണ നമ്മൾ സമ്മതിക്കും. അത് മാത്രമല്ല, ഇവന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കണം, അതാണ് ഇവന്റെ ഡിമാൻഡ്. അത് തയ്യാറില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തെസ്നിയെ കല്യാണം കഴിച്ച് അവള് കഥ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ തെസ്നിയുടെ ചാനലിൽ കയറിയ അവള് തന്നെ അവളുടെ ജീവിത ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയണതല്ല, അവള് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു അവർക്ക്. അത് മാത്രമല്ല, ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെസ്നിയുടെ കല്യാണം കഴിഞ്ഞ് ഒരു 1.5 മാസം 2 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പ്രശ്നങ്ങളെ കുറിച്ച് അറിയണത്. എമൂട്ടനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇവൾ ഒരുപാട് അബോർഷൻ ചെയ്യാനോ ഇതിനെല്ലാം ഇതാക്കിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഇവര് നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഇവന്റെ വീട്ടുകാരും കൂടെ. ഞാനിപ്പോ അവരെ കുറിച്ച് കുറ്റം പറയണമെന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ അറിയാൻ വേണ്ടി, ഈ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാർ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, അവരറിയാൻ വേണ്ടി മാത്രം ഞാൻ പറയാണ്. അപ്പം
ഞാൻ ഇവര് നന്നാവാൻ വേണ്ടിയിട്ട് അവളെ വീഡിയോ നിങ്ങളൊന്ന് കാണണം, എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുക നിങ്ങൾ. ഞാൻ എൻ്റെ സുഖം നോക്കി ഞാൻ ജീവിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സുഖം ഉണ്ടായിട്ടുമില്ല. ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് അന്നും ഇന്നും ജീവിക്കുന്നത്. എന്നും ഞാൻ കഷ്ടപ്പെട്ടേ ജീവിച്ചിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഒരു 1-2 വർഷം എൻ്റെ കുവൈറ്റിലായിരുന്നപ്പോൾ പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോയ സമയത്ത് 1-2 വർഷം ഞാൻ ജോലിക്ക് പോയിട്ടില്ല. അതിക്ക് മുമ്പും പിമ്പും ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ സുഖം നോക്കി പോയിട്ടില്ല. എൻ്റെ മോളെ കളഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ അവർ നന്നാവാൻ വേണ്ടി എങ്ങനെയെങ്കിലും നന്നായി ജീവിക്കട്ടെ, അവളുടെ ഭാവിയാണ് എനിക്ക് വലുത്. അങ്ങനെ ഞാൻ പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് അവൾ പറയണതൊക്കെ അവൾക്ക് എന്ത് വേണം എല്ലാ കാര്യങ്ങളും ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവൻ എന്നോട് പൈസ ചോദിച്ചു. ഞാൻ പൈസ എത്ര കഷ്ടം ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പൈസ ദുബായിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് അവൻ തന്നിരിക്കുന്ന എനിക്ക് അയച്ച മെസ്സേജുകൾ ഇന്നും എൻ്റെ ഫോണിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മക്കളെ വിടില്ല. എനിക്ക് എൻ്റെ മോളുടെ ലൈഫ് അഫ്രയുടെ ഒക്കെ ലൈഫ് ആവാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എൻ്റെ മോളാണ് വലുത്. എൻ്റെ മോളും എൻ്റെ മക്കളും എനിക്ക് എന്നേക്കാൾ കൂടുതൽ ജീവൻ എൻ്റെ മക്കളും എൻ്റെ ഉമ്മിച്ചി എൻ്റെ ഫാമിലി കഴിഞ്ഞിട്ട് എനിക്ക് ആരുള്ളൂ. അപ്പം എൻ്റെ മോളുടെ ജീവിതം എനിക്ക് നോക്കിയേ പറ്റുള്ളൂ. ആരെന്തൊക്കെ പറഞ്ഞാലും അവൻ നന്നാവുന്ന ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അവളെ വിട്ടേനെ. അവളെ 100 വട്ടം ഞാൻ വിടും. ഞാൻ അവൻ നന്നാവുമെന്ന് കരുതിയിട്ടാണ് പൈസ അയച്ചു കൊടുത്തു. ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞ് പൈസ അയച്ചു കൊടുത്തു. എല്ലാം വീണ്ടും 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 കൂട്ടി യോജിപ്പിച്ചു. ഇത് 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, 4 തവണത്തോളം അവർ വഴക്കുണ്ടായിട്ട് പിരിഞ്ഞു നിന്നിട്ട് ശരിയാക്കി എടുത്തതാണ്. ഇനി 5ാമത് ഇങ്ങനെ ഒരു പെണ്ണ് കേസ് കൂടെ വന്ന് ആ വീഡിയോസ് എൻ്റെ അടുത്തുണ്ട്. അവളെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ആ വീഡിയോസ്, ആ പെണ്ണായിട്ടുള്ള വീഡിയോസ്. അതും ഞാൻ കണ്ടു. അത് ക്ഷമിക്കായിരുന്നു. നമ്മളിപ്പോൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യരായിട്ട് ലോകത്ത് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ അവന് എനിക്കിനി വിശ്വാസമില്ല. അതാണ് മെയിൻ. അവനെയും വിശ്വാസമില്ല, അവൻ്റെ വീട്ടുകാരെയും വിശ്വാസമില്ല. കാരണം അവൻ ഇച്ചിരി വഴക്കാണെങ്കിലും അവൻ്റെ വീട്ടുകാർ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവളെയും മക്കളെയും വിടും. പക്ഷെ അവരില്ല. അവരെ പെങ്ങള്, അവരുടെ ഉമ്മ, അവരുടെ ഉപ്പയൊക്കെ അയച്ച മെസ്സേജ് എൻ്റെ ഫോണിൽ ഞാൻ എല്ലാം സേവ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കാരണമല്ല തെസ്നിയുടെ ജീവിതം ഇങ്ങനെ ആയത്. ഞാൻ അവളെ അമേരിക്ക കൊണ്ടുവരാൻ വേണ്ടി എല്ലാം ശരിയായതായിരുന്നു. അപ്പം കല്യാണം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. കല്യാണം നടത്തി കൊടുത്തതാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് മരിച്ച കാര്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാവും. അത് അത്രയും ഒരു ഹസ്ബൻഡ് ഇല്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക്, ഒരു ഫാമിലി ഇല്ല, ജീവിക്കുന്ന ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലാത്തവരോട് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. എന്നിട്ട് ഞാൻ അവൾക്ക് വിസയ്ക്ക് ഇപ്പോൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവളുടെ വിസ. അപ്പം തന്നെ എൻ്റെ വക്കീൽ പറഞ്ഞായിരുന്നു തെസ്നിയുടെ വിസയ്ക്ക് ഇനി ടൈം എടുക്കും. കാരണം അവൾക്ക് 3 മക്കളാണ്, കുഞ്ഞു മക്കളാണ്. 3 മക്കളുണ്ട്. അത് മാത്രമല്ല, 1 റിജക്റ്റായിട്ട് പോയതാണ് അവളെ വിസ. ആദ്യം എല്ലാം ശരിയായിട്ട് അത് അവള് വരാതെ ഇരുന്നതാണ്. അപ്പം ഇതിന് സമയം എടുക്കും. ഇനി ചെയ്ത് അമേരിക്കയിലേക്ക് വരണ വേറെ ഈസി കാര്യങ്ങളൊന്നുമല്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് അത്രയും മോശമായ രീതി സംസാരിച്ച ഒരാളോടാണ് എനിക്ക് വേറെ ഒറ്റ മെസ്സേജും ഇടക്കായിട്ട് വന്നിട്ടില്ല. ആ ഒരു മെസ്സേജ് എന്നെ അത്രയ്ക്ക് ഹെർട്ട് ചെയ്തു. എൻ്റെ മക്കൾക്ക് മലയാളം അറിയില്ലാത്തതുകൊണ്ടല്ലെങ്കിൽ അവർക്കും ഹെർട്ട് ചെയ്തേനെ. പിന്നെ അപ്പം ഞാൻ കാരണമല്ല തെസ്നിയുടെ ജീവിതം. ഇപ്പം പറയുന്നുണ്ട് വയനാട്ടിൽ എൻ്റെ മോളും എൻ്റെ പേരമക്കളും നരയിക്കാന്ന് പറയുന്നുണ്ട്. അവൾക്ക് ഒരു നരക ജീവിതമില്ല. വയനാട്ടിൽ സുഖസുന്ദരമായിട്ടാണ് ജീവിക്കുന്നത്. അവള് വീട്ടിൽ മക്കളെ നോക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ജോലിക്കാരുണ്ട്. ഇപ്പം ഒരാഴ്ചയായിട്ട് വരാറില്ല. അവര് വീട്ടിൽ എന്താ അത്യാവശ്യത്തിന് വേണ്ടി പോയതാണ്. പിന്നെ കട ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അവള് കടയിൽ പോകാറില്ല. അവള് വീട് ചെയ്യാൻ മാത്രമേ കടയിൽ പോകാറുള്ളൂ. അവൾക്ക് നരക ജീവിതം അല്ല, അവൾക്ക് സുഖജീവിതമാണ് വീട്ടിൽ. എൻ്റെ മക്കള് എനിക്ക് 3 മക്കളുണ്ട്, 3 പേരമക്കളുണ്ട്. പേരമക്കളെ ഞാൻ പേരമക്കളായിട്ടുള്ള മക്കൾ തന്നെയാണ് അവരെ കാര്യങ്ങളൊക്കെ ഈ നിമിഷം വരെ അൽഹംദുലില്ലാ കഷ്ടപ്പെട്ടിട്ടായാലും എനിക്ക് നല്ലോണം നോക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട്. നിങ്ങൾ പടച്ചോൻ
ആഫിയത്തും ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ മക്കളെ നോക്കും. പിന്നെ ഈ സപ്പോർട്ട്, അവൻ്റെ സപ്പോർട്ട് പറഞ്ഞ ആരായാലും, ഒരു മനുഷ്യനായാലും എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. അവൻ്റെ 3 മക്കളാണ്. 2 മക്കൾക്ക് 2.5 വയസ്സായി. മൂത്ത മോനക്ക് 4 വയസ്സാനാകാൻ പോവാണ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ച അന്നാണ് എൻ്റെ മോൻ ജനിച്ചത്. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, അത് കഴിഞ്ഞപ്പോഴാണ് കൊച്ചവിടെ ജനിച്ചത്. ഒക്ടോബർ 5-നാണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചത്. ഒക്ടോബർ 5-ന് അവിടുത്തെ 6-ന് ഇവിടുത്തെ 5-ന്, ആ ഡേറ്റിനാണ് എൻ്റെ മോൻ ജനിച്ചത്. ഇന്നവരെ അവർ കുറച്ച് നാൾ ഉള്ളപ്പോൾ അവന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, അന്നും ഞാൻ പൈസ അയക്കുന്നുണ്ടായിരുന്നു അവർക്ക്. പക്ഷെ ഞാൻ പൈസ കൊടുത്തിട്ട് പറയല്ല, ഞാൻ കണക്ക് പറഞ്ഞതല്ല. അത്രയും സങ്കടമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ഇടുന്നത്. ഞാനിത് ഇടണ്ടെന്ന് ഞാൻ ഉമ്മിച്ചോട് ചോദിച്ചു. ഉമ്മിച്ചു പറഞ്ഞു നീ ഇട്ടോടി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇടുന്നത്. ഞാൻ എൻ്റെ ഉമ്മിച്ചിയുടെ അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. ഞാൻ ഇന്ന് ഇത്രയും വയസ്സായെങ്കിലും എൻ്റെ ഉമ്മിച്ചിയോട് എന്ത് ചെയ്യുമ്പോഴും ഞാൻ ആദ്യം എൻ്റെ ഉമ്മിച്ചിയോട് അനുവാദം ചോദിച്ചു ഉമ്മിച്ചി യെസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അങ്ങനെ ഞാൻ അത്രയും വാല്യൂ കൊടുക്കുന്നതാണ് എൻ്റെ ഫാമിലിക്ക്. അപ്പം നിങ്ങൾ ഒരു പെരുന്നാളിന് ഒന്നും വേണ്ട, ഭക്ഷണം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. എത്ര പെരുന്നാൾ കഴിഞ്ഞ അവരുടെ ഒരു ഉടുപ്പ്, അവനക്ക് ഉമ്മയുണ്ട്, ഉപ്പുണ്ട്, പെങ്ങന്മാരുണ്ട്. അവനല്ലേ അവളെ ഒഴിവാക്കിയിട്ടുള്ളൂ. ആ മക്കൾ അവരുടെ അല്ലാതെ ആവില്ലല്ലോ, ആകുമോ? അപ്പോൾ ഒരു മൊട്ടുസൂചിയെങ്കിലും ആ മക്കൾക്ക്, ഒരു സൂചി പോയിന്റിൻ്റെ ഇതുള്ളെങ്കിലും അവർക്കൊന്ന് മേടിച്ചു കൊടുക്കുന്നത്, അയച്ചു കൊടുക്കാമല്ലോ. അഡ്രസ്സ് അറിയാലോ, എൻ്റെ മക്കൾക്ക് ഉള്ളതാ എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കാമല്ലോ. ഓക്കെ, അത് വേണ്ട, അതും പോട്ടെ. ഇവൻ നന്നായി വന്നതാണെങ്കിൽ നമുക്ക് ജനങ്ങളില്ലേ നാട്ടില്, പള്ളിയില്ലേ, അവള് ഇറങ്ങിപ്പോയതൊന്നുമല്ലല്ലോ, ഞങ്ങള് സമ്മതിച്ച് തന്നെ അവളെ കെട്ടിച്ചു കൊടുത്തതല്ലേ. അപ്പൊ ഇങ്ങനൊരു അബദ്ധം പറ്റി, പള്ളിയിൽ വന്ന് പറയാ, എന്നിട്ട് വേറൊരു വീടെടുക്കുക, വേറൊരു വീടെടുത്തിന് മക്കളെ അവളെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടുകൊടുക്കൂലേ? എന്റെ വീട്ടിൽ തന്നെ വന്ന് താമസിക്കുന്ന ഇത്ര നിർബന്ധം എന്താ? അങ്ങനെ വാശി പിടിക്കുന്ന എന്തിനാ? ഇതൊക്കെയാണ് എന്റെ ചോദ്യം. ഇനി എനിക്ക് നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാ എൻ്റെ ഇവിടുത്തെ മക്കളുടെ അടുത്ത് ഇരിക്കാൻ എനിക്ക് ടൈമില്ല. കാരണം അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. കരയാതെ പറയണമെന്ന് ഓർത്തെ കരഞ്ഞു, സോറി കേട്ടോ. അപ്പം മക്കളുടെ അടുത്ത് ഞാൻ ഇരിക്കാറില്ല. പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണത് ഇപ്പോഴും. പിന്നെ അവന് മക്കളോടും അവളോടും സ്നേഹം ഉണ്ടെങ്കിൽ, എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, മക്കളോടും അവളോടും അവന് ആത്മാർത്ഥതായിട്ട് അവൻ സ്നേഹിക്കുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് അവൻ പറയില്ല. അവൻ എന്നോട് സംസാരിച്ചില്ലെങ്കിലും ഉമ്മിച്ചിനോട് സംസാരിച്ചില്ലെങ്കിൽ പള്ളിയിൽ വന്നിട്ടായാലും അവൻ ചോദിച്ചേനെ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഞാൻ ഇനി നന്നായി ജീവിച്ചോളാം, തെസ്നിനെയും മക്കളെ എൻ്റെ കൂടെ വിടണം എന്ന് പറയുകയാണെങ്കിൽ, അത് മാത്രമല്ല അവൻ്റെ വീട്ടിലേക്ക് ഞാൻ വിടില്ല. കാരണം ഒരുപാട് ഇനി അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ പൊക്കോട്ടെ, ഞാൻ പിടിച്ചു വെക്കില്ല കേട്ടോ, ഒരിക്കലും പിടിച്ചു വെക്കില്ല അവളെ. എനിക്ക് എൻ്റെ മോളുടെ ഭാവി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഇവിടുത്തെ മക്കളെ പോലെ തന്നെ അവളും എനിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ മക്കളെടുത്ത് ഞാൻ ടൈമൊന്നും സ്പെൻഡ് ചെയ്യില്ല. എൻ്റെ മക്കൾ പാവങ്ങളാണ്, ആരുമില്ല അവർക്ക്. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ പൊക്കോട്ടെ. പക്ഷെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം അത്രയും അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ കുടുംബത്തെ പോലെ കണ്ടേക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. കാരണം സത്യാവസ്ഥ എല്ലാവരും അറിയണമല്ലോ. അവനൊരു വീടെടുത്തിട്ട് വന്നിട്ട്, ഒരാണല്ലേ, അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, കടയിൽ നിന്ന് ചെറിയ വരുമാനം കിട്ടുന്നുണ്ട്. ഞാൻ കട സ്വന്തമായിട്ട് തുടങ്ങിയല്ല, ഷെയർ കൂടിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. എനിക്കത് ഫുള്ള് വരുമാനം എടുക്കാൻ പറ്റില്ല. അതിനകത്ത് നിന്ന് കിട്ടണ വരുമാനത്തിൽ ലാഭം കിട്ടുന്നത് ഉമ്മിച്ചിക്കും തെസ്നിക്കും കൂടെ തന്നെയാണ് കൊടുക്കണത്. അല്ലാതെ ഞാൻ എടുക്കുന്നില്ല, 1 രൂപ വരെ ഞാൻ എടുക്കണില്ല. പിന്നെ അവളെയും മക്കളെയും എനിക്ക് സങ്കടമുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു പ്രായം 3 കുഞ്ഞു മക്കള് ഉമ്മയും ബാപ്പയും ഒരുമിച്ച് ജീവിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അവന് നന്നാവുന്ന എനിക്ക് പ്രതീക്ഷയില്ല. അവന് പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാട്ടോ. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, തെസ്നിക്ക് അവനോട് കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമെങ്കിൽ
അവൻ വീടെടുത്തോട്ടെ, വന്ന് കുടുംബക്കാരും പള്ളിക്കാരൊക്കെ തമ്മിൽ സംസാരിച്ചിട്ട് ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഉത്തരവാദിയല്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പറയരുത് അവളുടെ ഉമ്മ എന്ത് ദുഷ്ടത്തെയാണ്, അവളുടെ ഉമ്മ അമേരിക്കയിൽ സൂചിച്ച് ജീവിക്കുകയെന്ന് ആരും പറയരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഒരു തടസ്സവും ഇല്ല. അവള് അവന്റെ കൂടെ പോയി നന്നായിട്ട് ജീവിക്കണേന് എനിക്ക് ഒരു വിഷമവും, എനിക്കുമില്ല, വീട്ടിൽ ആർക്കുമില്ല. പക്ഷേ എന്റെ വീട്ടിലേക്ക് ഞാൻ അവനെ കേട്ടില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ച വീടാണത്. ഞാനും എന്റെ ഹസ്ബൻഡ് പണിയില്ലായിരുന്നു കുറെ. അതൊക്കെ ആ കഥകളൊക്കെ ഞാൻ പറയാം. ഞാൻ കഷ്ടപ്പെട്ട്, എന്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ മക്കളെ ഒക്കെ എല്ലാരും ചോദിച്ചിട്ടുണ്ട് മലയാളം. അതൊക്കെ ഞാൻ കഥകൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്താണ് മക്കൾ മലയാളം പഠിക്കാത്തതിന്റെ കാരണം, അമേരിക്കയിൽ എന്തൊക്കെയാണ് എന്റെ ജീവിത ചരിത്രം, എല്ലാം ഞാൻ പറയാം നിങ്ങളോട്. ഒന്നും ഞാൻ ഒളിച്ചു വയ്ക്കില്ല. എനിക്ക് കള്ളത്തരം പറയാൻ അറിയൂല്ല, ഞാൻ പറയൂല്ല. അതുകൊണ്ട് ഇനി നിങ്ങളെ പ്രേക്ഷകര് തീരുമാനിക്കുക ഞാൻ ഇതിൽ തെറ്റുകാരിയാണോ അല്ലോ എന്ന്. ഇതിൽ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ പറയണ്ടേ. ഞാൻ ഒന്നാമത് ഡ്യൂട്ടി ടൈമാണ്, 15 മിനിറ്റ് ബ്രേക്കേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ട് ബ്രേക്ക് ടൈമിൽ ഞാൻ ഇതാ കാറിൽ വന്ന് ബ്രേക്ക് റൂമിൽ പോയാല് സ്റ്റാഫുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു പറയാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ കാറിൽ ഇരുന്നിട്ടാണ് പറയണത്. എന്തായാലും എന്റെ ഫാമിലിയായ നിങ്ങളെ എനിക്ക് അറിയിക്കണം എന്ന് തോന്നി. കാരണം എന്നെയും ഇത്രയും ദിവസങ്ങൾ കൊണ്ട് എന്നെയും എൻ്റെ മക്കളെയും ഏറ്റെടുത്ത നിങ്ങളോട് എൻ്റെ വിഷമങ്ങളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സങ്കടങ്ങളും അറിയിക്കണമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ഈ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അതുകൊണ്ട് ഞാൻ പറയാണ് എൻ്റെ ഇവിടുത്തെ മക്കൾ മലയാളം റീഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് മലയാളം അറിയാമെങ്കിൽ ഉറപ്പായിട്ടും. എന്നാലും ബാബാസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാറുണ്ട് ചില മെസ്സേജുകൾ. പക്ഷെ നോക്കാതിരിക്കട്ടെ എന്നാ ഞാൻ പറയുന്ന. അവള് പറഞ്ഞ എന്തായാലും തെസ്നിയോട് ദേഷ്യം വരും അവക്ക്. അപ്പൊ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനോ എന്റെ വീട്ടുകാരോ കാരണമല്ല തെസ്നിയുടെ ജീവിതം ഇതായത്. തെസ്നി തന്നെ ഒരുക്കി വെച്ച ലൈഫാണ് അവളുടെ. ഞങ്ങൾക്ക് കല്യാണം നടത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അവൾക്ക് സന്തോഷത്തിന് വേണ്ടി അവന് അത്ര ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തി കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മോനെ പ്രഗ്നന്റ് ആയിരുന്ന പ്രശ്നം ഉണ്ടായി, ഒഴിവാക്കാന്ന് പറഞ്ഞ് അത് വീണ്ടും ഒത്തൊരുമിപ്പിച്ചു. രണ്ടാമത്തെ മക്കളെ പ്രശ്നം ഉണ്ടായി, ഒഴിവാക്കാന്ന് പറഞ്ഞ് രണ്ടുമൂന്നും ഒത്തൊരുമിപ്പിച്ചു. എനിക്ക് നോക്കാൻ പറ്റില്ല. ഞാൻ പ്രായമായി വരികയാണ്, ഞാൻ കുഞ്ഞായി വരികയല്ല. എനിക്കിവിടെ മക്കളുണ്ട്, എനിക്കിവിടെ ബാധ്യതകളുണ്ട്, കടങ്ങളുണ്ട്, എല്ലാം ഉണ്ട് എനിക്ക്. അപ്പൊ അതൊക്കെ എന്നെ കൊണ്ട് താങ്ങൂല. ഇപ്പൊ 3 മക്കളെ അവളെയും ഞാൻ നോക്കണുണ്ട്, ഇനി അവനെയും കൂടെ നോക്കാൻ എനിക്ക് പറ്റില്ല. അവനെ ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ. അവന്റെ ചെലവ് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം എനിക്ക് അനുഭവം ഉള്ളതാ. അതുകൊണ്ടാണ് എനിക്ക് അവനോട് ഒരു പരാതിയില്ല. അവൻ ഏതൊരു പെണ്ണ്, എനിക്ക് ആൺപിള്ളേരോടൊക്കെ ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിനെയും മക്കളെയും നോക്കാൻ പറ്റില്ലെങ്കിൽ ആരും കല്യാണം കഴിക്കാൻ നിൽക്കരുത്. കാരണം ഇങ്ങനെ കുടുംബത്തെ കഷ്ടപ്പെടുത്താൻ പാടില്ല. ഞാൻ ഇനിയും പറയാട്ടോ. എനിക്കിപ്പോ പോകാൻ സമയമായി, 15 മിനിറ്റ് ആയി. അപ്പൊ ഇപ്പൊ എന്നെ വിളിക്കും. ഞാൻ 15 മിനിറ്റ് ബ്രേക്കിന് വന്നതാണ്. ഓക്കെ, എന്നാ ഞാൻ വീണ്ടും എല്ലാ കഥകളും, ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ കമന്റ് ബോക്സില്. അപ്പൊ എല്ലാത്തിനും മറുപടി ആയിട്ട് ഓരോ ദിവസം അത്രയ്ക്കും പറയാനുണ്ട്. ഓരോ കമന്റിന്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും നീണ്ട സ്റ്റോറിയാണ്. അതുകൊണ്ട് ഓരോ കമന്റിന് ഞാൻ ഓരോ തവണയായിട്ട് മറുപടി തരാം. ഇന്ന് ഈ കമന്റിന് ഞാൻ മറുപടി തന്നു. ഇനി എല്ലാവരും ഇതിന് നിങ്ങളുടെ അഭിപ്രായ കമന്റിന് മാനിച്ച് ഞാൻ അവന്റെ കൂടെ പറഞ്ഞ് അവനെ എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തി അവനെയും കൂടെ നോക്കണമെന്ന് നിങ്ങളുടെ കമന്റിൽ അഭിപ്രായം പറയാ. നിങ്ങൾ എന്റെ കുടുംബമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അഭിപ്രായം ഞാൻ ഉറപ്പായിട്ടും ഞാൻ അംഗീകരിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്റെ സപ്പോർട്ട് നിൽക്കുന്ന എല്ലാവരും ഇതിനൊരു തീരുമാനം പറഞ്ഞു തരണം. എനിക്ക് വേറെ ആരും ഇല്ല ചോദിക്കാന്. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ പറയും പോലെ ഞാൻ കേൾക്കാം. എൻ്റെ മോൾക്ക് ഒരു സങ്കടം വരണം എനിക്ക് സഹിക്കില്ല. അവള് പറയുമായിരിക്കും ചിലപ്പോൾ എനിക്ക് സ്നേഹമില്ല, ഞാൻ ഇട്ടേച്ച് പോയി നോക്കി. എൻ്റെ സാഹചര്യം അതായതുകൊണ്ടാണ്. അന്ന് അങ്ങനെ പറ്റിയതല്ല. അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നൊന്നും ഞാനും അവളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ദുനിയാവില്. അപ്പൊ
എന്നാ പിന്നെ ഞാൻ വീണ്ടും വരാം ഇൻഷാല്ലാ. എല്ലാവരോടും ഞാൻ വീണ്ടും പറയുന്ന പോലെ കമന്റിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാ. ഞാൻ സമയം കിട്ടുമ്പോൾ നോക്കും. ഞാൻ രാത്രി ആ തൊണ്ടവേദന മാറിയിട്ടില്ല, അതുകൊണ്ട് ആ തൊണ്ടയുടെ കാര്യം ഞാൻ നാളെ പറയാം കേട്ടോ. എന്താ ഇൻഷുറൻസ് ഇല്ലാത്തതെന്ന് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നാളെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. ബിക്കോസ് അങ്ങനത്തെ കമന്റൊക്കെ കാണാന്ന് പറഞ്ഞ സങ്കടം വരും. ഞാൻ സുഖിച്ച് ജീവിച്ചിട്ടില്ല കേട്ടോ. ഒരു സുഖിച്ചുള്ള ജീവിക്കണ, ശരിക്കും കഷ്ടപ്പെട്ട ജീവിക്കുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ് ഞാൻ, എൻ്റെ ഉമ്മച്ചിക്കും എൻ്റെ മക്കൾക്കും. അപ്പൊ അനാവശ്യം പറയരുത്, അറിയില്ലാത്ത കാര്യങ്ങൾ ആൾക്കാർ പറയാൻ നിൽക്കരുത്. അന്ന് എല്ലാവരോടും പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ എന്നെ അറിയിക്കുക. ഓക്കെ, എന്നാൽ എല്ലാവരോടും ബൈ.